രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും വീണ്ടും സ്ത്രീകൾ രംഗത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയ രംഗം വീണ്ടും നാറ്റക്കേസുകൊണ്ട് വീർപ്പുമുട്ടുകയാണ്. മൂന്നാമതൊരു സ്ത്രീ കൂടി നൽകിയ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി അയാളെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രവാസിയായ ഒരു വനിതയാണ് ഒടുവിലത്തെ പരാതിക്കാരി. നിർബന്ധിത ലൈംഗിക ബന്ധം വഴി തനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചെന്നും ഗർഭിണിയായപ്പോൾ ഉപേക്ഷിച്ചുവെന്നുമാണ് പ്രൊഫഷണലായ യുവതിയുടെ പരാതി. വിദേശത്തുള്ള യുവതിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴിയായി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് എഫ്ഐആർ ഇട്ടത്. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി അതീവ രഹസ്യമായി രാഹുലിനെ വളയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സമൂഹമാധ്യമം വഴി രാഹുലിനെ പരിചയപ്പെട്ട താൻ ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നുവെന്ന് യുവതി മൊഴി നൽകി. തന്നെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാണ് നിർബന്ധിച്ച് പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് പീഡിപ്പിച്ചതെന്നാണ് പരാതി. താൻ ഗർഭിണിയായപ്പോൾ കുഞ്ഞ് തന്റേതല്ലെന്ന് രാഹുൽ പറഞ്ഞു. ആരോഗ്യസ്ഥിതി പറയാൻ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ ബ്ലോക്ക് ചെയ്തതായും യുവതി മൊഴി നൽകി. പിതൃത്വം തെളിയിക്കാൻ രാഹുലിനെ നിർബന്ധിച്ചെങ്കിലും വഴങ്ങിയില്ല. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം വാങ്ങിയതായും യുവതി ആരോപണമുന്നയിച്ചിട്ടുണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ചതിയിലും വേദനയിലും ഒപ്പം നിന്ന ദൈവത്തിന് നന്ദിയെന്നാണ് ആ അതിജീവിതയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം കക്ഷിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ എന്നാണ് പല നേതാക്കളുടെയും പറച്ചിൽ. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ചിലർ പാവപ്പെട്ടവർക്ക് നൽകുന്ന പൊതിച്ചോർ രാഹുലിനെ തീറ്റിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ പ്രതിഷേധിച്ചത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചു.